മലയാളി ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ പണ്ടത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അതിന്റെ ഒരു പുതിയ വേർഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് ഹൈ ക്വാളിറ്റി മലയാളി ഫോളോവേഴ്സിനെ, അതും സപ്പോർട്ടിംഗ് ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈലിലേക്ക് പോവുക. നമ്മുടെ പേര് എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പല ടീമുകളും കണ്ടിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ടീമിന്റെ DP മാറ്റണം, അതേപോലെ തന്നെ ലൈവിൽ കയറണം, അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട് നമുക്ക് മലയാളി ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ പറയുന്നത് നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ എഡിറ്റ് പ്രൊഫൈലിൽ പോവുക. നമ്മുടെ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ. ആ നെയിമിനകത്ത് നമ്മുടെ സെക്കൻഡ് നെയിം, ആ സെക്കൻഡ് നെയിമിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ചിഹ്നം, നമ്മൾ ഈ #love എന്ന് പറഞ്ഞ ഈ ചിഹ്നം ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഇടുക. അപ്പൊ നമ്മൾ ഇനി അത് എന്തിനാ ചെയ്യുന്നത് നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിൽ ഞാൻ പറയാം. അപ്പം നമ്മൾ ചിലപ്പോൾ ഇത് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് പലർക്കും ഇതെനിക്ക് അറിയാവുന്നതാണ്. ചിലപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ അതിന്റെ ഒരു പുതിയ വേർഷനാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ, അതേപോലെ റീച്ചും, അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ആക്റ്റീവ് ആവണം. നമുക്ക് കുറച്ച് ആൾക്കാരിലേക്ക് നമ്മുടെ പ്രൊഫൈൽ എത്തണം എന്ന ആഗ്രഹമുള്ള എല്ലാവരും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. ഇത് ഓർഗാനിക് ഗ്രോത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ നമ്മൾ ബോട്ടായിട്ടോ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ സ്റ്റോറീസ് ഇടണം. അപ്പൊ നമ്മൾ എങ്ങനത്തെ സ്റ്റോറീസ് ഇടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കിപ്പം പല ദിവസങ്ങളിൽ നമ്മൾ പോസ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ടാവും, റീൽ ഇടുന്ന ആൾക്കാരുണ്ടാവും. ഈ റീലൊക്കെ നമ്മൾ വെറുതെ സ്റ്റോറിയിലേക്ക് ചിലപ്പോൾ ആൾക്കാർ കണ്ടോട്ടെ എന്ന് ഓർത്ത് ഇടുന്ന ആൾക്കാരായിരിക്കും നമ്മൾ. അപ്പം അത് ചിലപ്പോൾ റീച്ച് ആവണമെന്നില്ല, സ്റ്റോറി വ്യൂസ് കിട്ടണമെന്നില്ല. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സിലേക്ക് തന്നെ സ്റ്റോറി വ്യൂസ് പോകണമെന്നില്ല, സ്റ്റോറീസ് വരണം, സ്റ്റോറീസ് റെക്കമെൻഡ് ചെയ്യപ്പെടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോറി വ്യൂസ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പിൽ നോക്കാൻ പോകുന്നത്, നമുക്ക് എങ്ങനെ നമ്മുടെ ഫോളോവേഴ്സിന്റെ അടുത്ത് തന്നെ നമുക്ക് ആദ്യം ആക്റ്റീവ് ആവാം. അങ്ങനെ ആക്റ്റീവ് ആയാലാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വർക്ക് ആവുള്ളൂ. അതായത് നമുക്ക് സ്റ്റോറി വ്യൂസ് എങ്ങനെ കൂട്ടാം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങളൊരു പുതിയതായിട്ടൊരു റീൽ ഇട്ടു, അപ്പൊ നിങ്ങൾക്ക് അത് സ്റ്റോറിയിലേക്ക് ഇടണം. അല്ലെങ്കിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്തു, അത് സ്റ്റോറിയിലേക്ക് ഇടണം. ഇനി അതുമല്ല, നിങ്ങൾക്കൊരു ട്രോൾ വീഡിയോ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടു, അത് സ്റ്റോറിയിലേക്ക് ഇടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാറ്റസ് വീഡിയോ സ്റ്റോറിയിലേക്ക് ഇടണം. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണോ സ്റ്റോറിയിൽ ഇടേണ്ടത് അത് നമ്മൾ ആദ്യം ഇടുക. നമ്മൾ ആദ്യം ജസ്റ്റ് ഇപ്പോൾ രാവിലെ ഒരു 10 മണി അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിയൊക്കെയാണ് നല്ല സമയങ്ങൾ നമുക്ക് സ്റ്റോറി ഇടാൻ പറ്റിയ. ആ ടൈമുകൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ സ്റ്റോറി നമ്മൾ ഇടുക. നമുക്ക് ആൾക്കാരെ കാണിക്കേണ്ട സ്റ്റോറി നമ്മൾ ആദ്യം ഇടുക. അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്തൊരു സ്റ്റോറിയും കൂടി ഇടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റോറിന്റെ ഇതിലേക്ക് പോവുക. അവിടെ കാണാൻ പറ്റും AI ഇമേജ് ജനറേഷന്റെ ഒരു ഇത് കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു AI ഇമേജ് നമ്മൾ ജനറേറ്റ് ചെയ്യുക. ആ AI ഇമേജിനെ നമ്മൾ ഒന്നല്ല ചെറുതാക്കി വെക്കാം, അല്ലെങ്കിൽ വളരെ വലുതാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോൾ സ്റ്റോറിയാണ് നമ്മൾ ഇടേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ഇമേജ് മേലെയും താഴെയും വെച്ചിട്ട് നമുക്ക് പോളുകൾ വെക്കാം. യെസ് ഓർണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മോഹൻലാൽ, മമ്മൂട്ടി, അതായത് ട്രെൻഡിങ് ടോപ്പിക്കുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോൾ സ്റ്റോറി കൂടി നമ്മൾ ഇടുക രണ്ടാമതായിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു പോൾ സ്റ്റോറി നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ ആദ്യം AI ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടാണ് വെച്ചത്. ഈ AI ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സ്റ്റോറികളെ ഇൻസ്റ്റാഗ്രാം കൂടുതൽ നമ്മുടെ ഫോളോവേഴ്സിലേക്ക് എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. നമ്മുടെ സ്റ്റോറി അവരുടെ സ്റ്റോറികൾ കാണുന്ന ആ ഫസ്റ്റ് തന്നെ വന്ന് കിടക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പോളും കൂടിയും വെക്കുന്നത് കൊണ്ട്, ട്രെൻഡിങ് ടോപ്പിക്കും കൂടി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാർ മാക്സിമം അതിനകത്ത് എൻഗേജ് ചെയ്യും. ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒന്ന് വോട്ട് ചെയ്തിട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതും നിങ്ങളുടെ സ്റ്റോറി വ്യൂസ് കൂട്ടും. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ, അതായത് ഈ സ്റ്റോറി ഇടുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 സ്റ്റെപ്പുകൾ നോക്കിയിട്ട് നമ്മൾ സ്റ്റോറി ഇടുക. ടീം ഹാഷ് എന്ന് പറഞ്ഞ ഈ അക്കൗണ്ടിലേക്ക് വരിക. ടീം ഹാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾ കാണുക. കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ വീഡിയോന്റെ കമന്റ് ബോക്സിലേക്ക് പോവുക. അതിനുശേഷം നമ്മൾ ആ കമന്റ് ബോക്സിൽ കയറിയതിനു ശേഷം ആ പിൻ കമന്റിനകത്ത് ഒരു 3-4-5 അക്കൗണ്ടുകൾ മെൻഷൻ ചെയ്തിട്ട് ആ പിൻ കമന്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പിൻ കമന്റ് ആക്കി വെച്ചേക്കുന്ന കമന്റിൽ നമ്മൾ മെൻഷൻ ചെയ്തേക്കുന്ന അക്കൗണ്ടുകളെല്ലാം നമ്മൾ ഫോളോ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക. നമ്മൾ അതിന്റെ മേലെ കാണുന്ന ഒരു 15 അക്കൗണ്ടുകൾ നമ്മൾ അതിന്റെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ പോവുക. അതായത് ആ അക്കൗണ്ടിന്റെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ ഫോളോവേഴ്സ് ലിസ്റ്റിലുള്ള ഒരു 15 പേരെ മേലെ നിന്ന് നമ്മൾ ഫോളോ കൊടുക്കുക. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് 3 സിമ്പിൾ കാര്യങ്ങളാണ്. 3ഉം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം, നിങ്ങൾക്ക് സ്റ്റോറി വ്യൂസ് ഒറ്റയടിക്ക് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ AIന്റെ ഇതും വെക്കുക, അതേപോലെ തന്നെ പോളും വെക്കുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിന്റെ റിസൾട്ട് കിട്ടും. അങ്ങനെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.